എംപിമാർ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് താനല്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇന്നത്തെയും പ്രതികരണം. എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനം വരും മുൻപ് തന്നെ കണ്ണൂരിൽ മത്സരിക്കാൻ കെ സുധാകരൻ എം പി നീക്കം തുടങ്ങി. പത്രിക നൽകുന്നതിന് മുന്നോടിയായി കെ സുധാകരന്റെ അനുയായികൾ കേരള ഹൌസിൽ നിന്ന് ബാധ്യതയില്ലാ സാക്ഷ്യപത്രം വാങ്ങാൻ നീക്കം തുടങ്ങി. കെ സുധാകരന് ഇളവ് നൽകാൻ കോൺഗ്രസിൽ ധാരണയായി എന്നാണ് സൂചന. കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ടാകും കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത വിജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, ഈ കെ സുധാകരന് അങ്ങനെ ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി, പിടിവാശിക്ക് വഴങ്ങി, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒടുവിൽ കണ്ണൂർ സീറ്റ് കെ സുധാകരൻ നൽകാൻ ഒരു നീക്കം നടക്കുന്നുണ്ടോ? കാരണം അനുനയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. കെ സുധാകരനാണെങ്കിൽ അവിടെ മത്സരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പിന്നാമ്പുറ നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അതേപോലെ കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ കോന്നി സീറ്റ് പിടിച്ചെടുക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ട്. അപ്പോൾ കോന്നിയും കണ്ണൂരും ഈ രണ്ടിടങ്ങളിൽ എം പിമാർ മത്സരിക്കുന്നു എന്ന നില വന്നിട്ടുണ്ടോ? ജിക്ക്, ഇത് സംബന്ധിച്ച അന്തിമ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഉള്ളത് സുധാകരന്റെ ഫ്ളാറ്റിൽ തന്നെയാണുള്ളത്. അദ്ദേഹം ഇപ്പോഴും മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും വാർത്താ സമ്മേളനം നടത്തുമെന്നും ഒക്കെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ തന്നെ നേതാക്കൾ, കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുകയും ഈ തെരഞ്ഞെടുപ്പെടുത്ത പശ്ചാത്തലത്തിൽ ഒരു കടുംപിടുത്തവുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയവും കെ സുധാകരനും അടൂർ പ്രകാശും ഈ ഇരു സീറ്റുകൾക്കുമായി അവർ വീണ്ടും നിലപാട് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ അടൂർ പ്രകാശ് ഈ ബാധ്യതയില്ലാ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായിട്ടുള്ള വിവരമുണ്ട്. തൊട്ട് പിന്നാലെയാണ് കെ സുധാകരന്റെ സ്റ്റാഫ് അംഗങ്ങളും എത്തി ഈ ബാധ്യതയില്ലാ സർട്ടിഫിക്കറ്റ് അത് വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അറിയാൻ കഴിയുന്നത് ഇന്ന് രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കും. ഈ രണ്ടാം ഘട്ട പട്ടികയിലും എല്ലാ മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാകില്ല. അതിൽ കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ടാകും പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്നടക്കം ലഭ്യമായിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ നേതാക്കൾ നേതൃത്വത്തിന് വഴങ്ങിയില്ല എങ്കിൽ ഒരുപക്ഷെ ഈ കടുംപിടുത്തം കൂടി പിടിക്കുന്ന പശ്ചാത്തലത്തിൽ നേതൃത്വം അവർക്ക് വഴങ്ങാനുള്ളൊരു സാധ്യത തന്നെയാണ് നമുക്ക് നിലവിൽ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.